നല്ല ടേസ്റ്റിൽ നല്ല അടിപൊളി ബീഫ് ദം ബിരിയാണി അല്ലേ, നമ്മൾ കണ്ണൂർ തലശ്ശേരി ടൈപ്പൊക്കെ ആയിട്ടില്ലേ, അങ്ങനത്തെ ഒരു മോഡലാണ് നമ്മൾ ഇന്നത്തെ ബിരിയാണിയാണ്. ഇന്ന് മാർക്കറ്റിൽ പോയപ്പോണ്ടല്ലോ, രാവിലെ തന്നെ മാർക്കറ്റിൽ പോയിരുന്നു. നമുക്ക് നല്ല ബീഫ് കിട്ടിയിരുന്നു, നല്ല ഫ്രഷ് ബീഫ്. കാണുന്നതിന് ഇങ്ങനെ നല്ല അടിപൊളിയായിരുന്നു, അതുകൊണ്ട് വാങ്ങി വരില്ല. അത് റൂമിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം. നല്ലോണം വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം ആ ബീഫ്. ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ ബീഫിനെ അങ്ങോട്ട് മാറ്റിയിട്ട് വേറെ പാത്രത്തിലേക്ക് അങ്ങനെ നല്ലോണം വൃത്തിയാക്കിയിട്ട് ആ സാധനത്തിന് നമുക്ക് കൊണ്ടുവന്ന് ഇനി നമുക്ക് നമ്മളെ ബിരിയാണി പണി തുടങ്ങാം. ഓക്കെ, ബീഫ് ഒന്ന് ശരി കാണിച്ചിട്ടതാ. ഇതാ നമ്മൾ ബീഫ് അതിനുള്ള കുട്ടപ്പനാക്കിയിട്ട് ഇതാ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കില്ല ഒരു കുക്കറിലാണ്, ഒരു വലിയ കുക്കർ എടുത്തിട്ട് അതിലേക്ക് അങ്ങ് ഈ ബീഫ് ഇടുന്നത്. ഇനി അതിലേക്ക് ഉണ്ടല്ലോ നമ്മൾ ബീഫ് അങ്ങോട്ട് കൊടുക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് ടർമറിക് പൗഡറും അതുപോലെ ഒരു ഉള്ളിൻ്റെ പകുതി ചെറുതായി മുറിച്ചത് അങ്ങോട്ട് കൊടുത്ത്. ഇതിപ്പോൾ നമ്മൾ സൗദി കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ ഒരു 20 മിനിറ്റാണ് ഇതിൽ വേവിക്കുന്നത്. 20 മിനിറ്റ് കൊണ്ട് നല്ല വെന്ത് വരും, അടിപൊളിയായി വരും. ഇനി നമുക്കൊരു പോട്ട് എടുത്തിട്ട് ബിരിയാണി പോട്ട് എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 ഉള്ളി, ഒരു വലിയ സൈസ് ഉള്ളിയാണ്, 2 ഉള്ളി ചെറുങ്ങനെ മുറിച്ചിട്ട് അങ്ങോട്ട് കൊടുത്ത് നല്ലോണം വാട്ടി കൊടുക്കുക. ഇതുപോലെ നല്ലോണം വാട്ടുക. എന്നിട്ട് അതിലേക്കുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അത് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്, അതും ഇട്ട് നല്ലോണം വാട്ടുക. ഓക്കെ, ഇനി ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് വീണ്ടും നല്ലോണം വേവിച്ച് ഉള്ളി കുറേ നല്ലോണം വെന്തതിന് ശേഷം എന്ത് ചെയ്ത് നമ്മൾ തക്കാളി ഒരു 2 തക്കാളി, അത് വലിയ ടൈപ്പ് തക്കാളി തന്നെയാണ്, 2 തക്കാളി അങ്ങോട്ട് കൊടുത്തു. ഇനി മസാല ഉണ്ടല്ലോ നല്ലോണം വന്നിട്ട് നമുക്ക് അപ്പുറത്തുനിന്നുണ്ടല്ലോ കുറച്ച് മസാലകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് കുരുമുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂണ്, പിന്നെ കുറച്ച് ടർമറിക് പൗഡറും ഗരം മസാലയും, പിന്നെ നമ്മൾ കണ്ണൂർ തലശ്ശേരി ഒന്നും ഇടാത്ത ഒരു ഐറ്റമാണ് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും. അത് കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ വീതം ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു പ്രത്യേക മസാല കൊണ്ട് ഇട്ട് നോക്കിയാണ്, നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇനി നമ്മൾ അപ്പുറത്ത് ബീഫ് റെഡി ആയിട്ട് ഇപ്പോൾ മസാല റെഡി ആയിട്ട്, മസാല നിങ്ങൾക്ക് എത്ര വേവിക്കാൻ പറ്റുമോ അത്രയും വേവിക്കുക. എന്നിട്ട് ബീഫ് ഇടുക. ആ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തു. മസാല നല്ലോണം വെന്തിട്ടാണ് ബീഫ് ഇട്ടത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാൻ. നല്ലോണം മസാല പിടിച്ചിട്ട് കുറച്ച് അവിടുന്ന് വെന്തോട്ടെ, ആ നീരുണ്ടല്ലോ അത് കുറച്ച് വെറ്റിക്കോട്ടെ അവിടുന്ന്. ഇനി നമ്മൾ മല്ലിയില റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പുറത്ത്. ആ മല്ലിയില ചെറുതായി മുറിച്ച് മല്ലിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളെ മസാല ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് വേവിക്കാം. ചെറിയ രീതിയിൽ അങ്ങ് കുറച്ച് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, നീരങ്ങ് വെറ്റാനും വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം കുക്കറിൽ 90% വേവിച്ചിട്ടാണ് ബീഫ് ഇട്ടത്. ഇപ്പോൾ കുറച്ച് കയ്യിൽ നിന്ന് വന്നോളും, പിന്നെ കുറച്ച് ദമ്മിൽ നിന്ന് ആയിക്കോളും. ഇതാ നമ്മൾ മസാല അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി കുറച്ചും കൂടി ഒന്ന് ആ നീരങ്ങ് വെറ്റിക്കോട്ടെ, ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഓക്കെ, ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ മസാല ഇതാ റെഡി ആയിരിക്കുന്നു. നമ്മൾ മസാല നോക്കിയാൽ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് വെറ്റിക്കുള്ളത്, അതിങ്ങനെ നമ്മൾ ഓഫാക്കിയിട്ട് വെക്കുമ്പോൾ തന്നെ അങ്ങ് പറ്റുള്ളൂ. കുറച്ചും കൂടി ഇളക്കി കൊടുത്ത് അപ്പോഴൊക്കെ നമ്മൾ എന്താ അടുത്ത പരിപാടി നോക്കണ്ടേ. ഇനി നമുക്ക് ബിരിയാണി റൈസാക്കണ്ടേ. ഇവിടെ ജീരശാലിൻ്റെ അരിയാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് നമ്മൾ 4 ഗ്ലാസ് അരിയാണ് നല്ലോണം കഴുകി വൃത്തിയാക്കി 20 മിനിറ്റ് സോക്ക് ചെയ്തിട്ടാണ്. ഇനി ഒരു ബിരിയാണി പൊട്ടെടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് എന്നിട്ട് നമ്മൾ ഒരു ചെറിയ ഉള്ളിൻ്റെ പകുതി ഭാഗം ചെറുതായി മുറിച്ചിട്ട് അതിലിട്ട് കൊടുത്ത് പിന്നെ ഒരു പട്ട, പിന്നെ 3-4 ഗ്രാമ്പ് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ഏലക്ക ഒരു 5-6 ഏലക്കയും ഇത് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് വേവുന്നു. ഇതുണ്ടല്ലോ എപ്പോൾ ശ്രദ്ധിക്കണം, ഇത് കരിയാൻ പാടില്ല. ഈ ഉള്ളി ഇത് കരിഞ്ഞാലുണ്ടല്ലോ നമ്മളെ ബിരിയാണിയുള്ള ചോറിൻ്റെ കളറൊക്കെ മാറും. അപ്പോൾ ഏകദേശം വെന്ത് കഴിഞ്ഞാൽ കുറച്ച് കളർ മാറുമ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കുക. അതിലേക്ക് അരിച്ചിട്ട് നല്ല വെള്ളമൊന്നും ഇല്ലാത്ത അരിയാണ്. ആ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് അരി അങ്ങോട്ട് കൊടുത്തുന്നു ഇതുപോലെ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ആക്കുക. കുറച്ചൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വറുക്കുക. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, നിങ്ങൾ ഇഷ്ടം പോലെ വറുക്കണ്ടും ചെയ്യാം. ഞാനത് ഇങ്ങനെ ചെയ്യാം. ഇനി നല്ലോണം പിടിപ്പിച്ചിട്ട് ഓയിലും ആ ഉള്ളിയൊക്കെ പിടിച്ചിട്ടൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെക്കാം. അപ്പോൾ അത് നല്ലൊരു വറുത്തിട്ട് വരും. എന്താ പറയുക, കുറച്ച് വറവ് പോലെ ആയിട്ട് വരും. വറവല്ലടാ, വറുത്തിട്ട് ഓക്കെ. ഇനി നമ്മൾ അത് തുറന്നതാണ് നമ്മൾ ഏത് ഷീറ്റായിട്ട് കുറേ വറുക്കുന്നുണ്ട്. കുറച്ച് നല്ല സ്മെല്ല് വരും. ഇപ്പോൾ തുറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല അടിപൊളി സ്മെല്ല് വരും. ഇനി നമുക്കുണ്ടല്ലോ 4 ഗ്ലാസ് അരിയാണ്, അതിന് 6 ഗ്ലാസ് വെള്ളം, 6 ഗ്ലാസ് നല്ല ചൂട് വെള്ളമാക്കി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് പണി തരും. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചെടുത്ത് ഒന്ന് കുറച്ച് സൈഡിലൊക്കെ അരി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ 4 ഗ്ലാസ് അരിക്കുണ്ടല്ലോ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടത്. അത് ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതി. അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ ഉപ്പ് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കുറച്ച് തിളച്ച് വരുമ്പോണ്ടല്ലോ ഒരു ചെറുനാരങ്ങ വീണിട്ട് ഒന്ന് അതിലേക്ക് ഒഴിഞ്ഞു കൊടുക്കും. ഈ ചെറുനാരങ്ങ മീൻ എന്തിനാ പുളിക്കാനെന്നല്ലേ. ഈ ചെറുനാരങ്ങ മീൻ ഉണ്ടല്ലോ ചോറ് നല്ല വറവറായിട്ട് വരും, അധികം പറ്റി പിടിക്കില്ല. അത് അതിനെ അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് അടച്ചു വെച്ച് പുളിക്കുകയും ചെയ്യില്ല കേട്ടോ, പേടിക്കാൻ വേണ്ട. ഇനി അടച്ചു വെച്ചിട്ടുണ്ടല്ലോ
ചെറിയ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് മൊത്തം കുക്ക് ചെയ്താൽ തന്നെ ആവുക. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറേ പ്രാവശ്യം ഇളക്കിക്കൊണ്ടിരിക്കാനും പാടില്ല ചോറ്. നമ്മൾ ടോട്ടൽ ഒരു 2 പ്രാവശ്യം ഇളക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ഒന്ന് ഇളക്കി, പിന്നെ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്ത് ചെറിയ തീയിലാണ് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്, അതിൻ്റെ അപ്പുറം പോകണ്ടേ. 20 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി. നമ്മൾ തിന്ന് നോക്കുമ്പോൾ മനസ്സിലായിക്കോളും. തീ ഉണ്ടല്ലോ ചെറുങ്ങനെ വെക്കണം, ചെറിയ തീയിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ല അത് വെന്തോളും. ആ ഫസ്റ്റ് കുറച്ച് ആ തിളക്കൂലേ, അരിയിട്ടിട്ട് തിളക്കുമ്പോൾ തീ ചെറുങ്ങനെ ആക്കുക. എന്നാലും അടിക്കൊന്നും പിടിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് വരും. നോക്കിയാൽ നല്ല വറവറാന്ന് വന്നിട്ട് നോക്കി ചോറ്. ഇപ്പോൾ 2 പ്രാവശ്യം ഇളക്കുന്നുള്ളൂ. നമ്മളെ ചോറ് നോക്കിയാൽ മാഷാഅല്ലാഹ് നല്ല അടിപൊളി വന്നിട്ട് മണക്ക് ഇങ്ങനെ അടിക്കുന്ന മൂക്കിലേക്ക്. ഇനി നമുക്ക് വേണമെങ്കിൽ ആ ചെറുനാരക്കാൻ കയ്യിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മളുണ്ടല്ലോ ബിരിയാണി റൈസ് ഇവിടെ റെഡിയായി മക്കളെ. ഇനി നമുക്ക് ദമ്മിടണ്ടേ. ഇനി ഈ മുകളിലത്തെ സാധനം എടുത്തിട്ട് അടിയിലേക്ക് ഇടും, ഒരു വേറെ പാത്രത്തിലേക്ക്, വേറെ പോട്ടിലേക്ക്, ബിരിയാണി പോട്ടിലേക്ക്. മുകളിലത്തെ നെയ്ച്ചോറ് എന്നിട്ടൊന്ന് ഇളക്കി കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കുക. കട്ടയൊന്നും പിടിക്കില്ല, നല്ല പറവറാ വന്നിട്ടുണ്ടോ ചോറ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, അപ്പോൾ അന്ന് ചോറ് നല്ല അടിപൊളിയായിരിക്കും. ഇനി എന്തെങ്കിലും അടുത്ത് കുറച്ച് മല്ലിയിലിട്ട് കൊടുത്ത്, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓനിയനും അണ്ടിയും കാഷ്യൂലും അതും ഇട്ട് കൊടുത്ത്, കുറച്ച് ഗരം മസാല ഇട്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ മസാല ഉണ്ടല്ലോ നേരത്തെ ആക്കി വെച്ചാൽ അത് അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആ ചുറ്റും ആ ബിരിയാണിൻ്റെ ആ ചോറിൻ്റെ മുകളിലും ഇട്ട് കൊടുക്കാം. ഇത് നമ്മളെ ദം ബിരിയാണിയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കി ചോറും കൂടി ഇട്ട് കൊടുക്കണം. നോക്കിയേ ഇതുപോലെ. അപ്പോൾ ബിരിയാണിയെല്ലാം ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ എളുപ്പമായിട്ട് ഈ വീഡിയോ നല്ല ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. മസാലകളിൽ ആ മുളക് പൊടി മല്ലിപ്പൊടി ഇടണമെന്നില്ല കേട്ടോ, അത് നിങ്ങൾ വേണം. ഞാനൊന്ന് ട്രൈ ചെയ്തേൻ, അത് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി മല്ലിയില അതിൻ്റെ മുകളിലേക്ക് വെതറി കൊടുക്കുന്നു. ഇനി അതുപോലെ തന്നെ ആദ്യം ഇട്ട പോലെ തന്നെ കാഷ്യൂനട്ടും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചാണ് ആദ്യം, അതും അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കൊടുത്ത്, കുറച്ച് ക്യാരറ്റ് ഉണ്ട് അത് ചെറുതായി മുറിച്ചിട്ട് അതും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത്, ഇനി നമുക്കൊരു 5-8 മിനിറ്റ് ദമ്മ് വെക്കാം. ചെറിയ തീയിൽ ദമ്മ് വെച്ചാൽ മതി. നമ്മൾ ബിരിയാണി ഇതാ അടിപൊളിയായി വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് ബിരിയാണി. അടിപൊളി എന്ന് പറയാനായിട്ടില്ല, തിന്നോക്കണ്ടേ. അങ്ങനെ നമ്മൾ ആ മുകളിലത്ത് ഇതൊക്കെ മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. മുകളിലത്ത് കുറച്ച് മാറ്റി കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ കുറച്ച് അടിയിൽ നിന്ന് ബിരിയാണിയും ആ മസാലയും ഇട്ട് കൊടുത്തതാ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മുകളിൽ കുറച്ച് ചോറ്. ഇത് മിക്സാക്കല്ല കേട്ടോ, ഒന്ന് മിക്സാക്കണ്ട. മസാല വറുത്തിനെടുക്കുക, ചോറ് വറുത്തിനെടുക്കുക, അങ്ങനെ ആക്കണം കേട്ടോ. നല്ല ദമ്പ് കയറിയിട്ട് അടിപൊളിയായിട്ടുണ്ട്. അതിന് മുകളിലത്തെ ചോറ് അങ്ങ് കുറച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് മീൻസ് നമ്മൾ ബിരിയാണി പോട്ടിൽ തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിൽ നിന്ന് താഴത്തേക്ക് മിക്സ് ആക്കേണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ ആവശ്യത്തിന് മാത്രം ഇങ്ങനെ എടുക്കുക. അത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി ടേസ്റ്റ് നല്ല കിട്ടുമെന്ന് കേട്ടോ. മുളക് പൊടി മല്ലിപ്പൊടി കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെയാണ്, ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിലത് ഇടില്ല, വെറുതെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബിരിയാണി ഉണ്ടല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മസാലയൊക്കെ സൂപ്പറുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ആവൂലെന്ന് വിചാരിക്കണ്ട, അങ്ങ് ട്രൈ ചെയ്യുന്നേ, എല്ലാം ഉഷാറായിട്ട് അടിപൊളിയാവും.